പ്രകൃതിയിൽ വിടരുന്ന ഒരുപാട് പുഷ്പങ്ങളുണ്ട്. അതിൽ തന്നെ വളരെ പ്രത്യേകതകളുള്ള ഒരു പുഷ്പമാണ് നിത്യകല്യാണി എന്ന് പറയുന്നത്. ശരിക്കും നിത്യകല്യാണി ഒരു ചെടിയാണ്. അതിൽ വിടരുന്ന പുഷ്പത്തെയും നമുക്ക് നിത്യകല്യാണി പൂവ് എന്ന് വിളിക്കാം. ഈ നിത്യകല്യാണി പൂവ് അല്ലെങ്കിൽ അത് വിടരുന്ന ചെടി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അനവധി സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ഗൃഹത്തെ തേടി വരുന്നത്. നിത്യം കല്യാണം, ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് നിത്യകല്യാണി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. കല്യാണം എന്നാൽ മംഗളം, ഐശ്വര്യം, ഭാഗ്യം എന്നൊക്കെയാണ്. നിത്യകല്യാണി ഏതൊരു ഗൃഹത്തിലാണോ ഉള്ളത് അവിടെ നിരന്തരം ഭാഗ്യത്തിന്റെ ഒഴുക്കുണ്ടാകും, ഈശ്വരാധീനം ഉണ്ടാകും. ചുവപ്പ്, വയലറ്റ്, വെള്ള തുടങ്ങിയ നിറങ്ങളിൽ നമുക്ക് നിത്യകല്യാണിയും കാണുവാൻ സാധിക്കും. അതിൽ വെള്ള മഹാലക്ഷ്മി, ധനലക്ഷ്മി, ഭുവനേശ്വരി, പാർവതി, അതുപോലെ തന്നെ സരസ്വതി തുടങ്ങിയ ദേവതകളുടെ, സ്ത്രീ ദേവതകളുടെ സാന്നിധ്യമാണ് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ ദേവതകളുടെ വരുത്തുപോക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകും. ഗണപതി, കാളി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ഈ ദേവതകളുടെ വരുത്തുപോക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകണമെങ്കിൽ ചുവപ്പോ വയലറ്റോ നിറത്തിലുള്ള നിത്യകല്യാണി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം. ശ്മശാനങ്ങളിൽ നമുക്ക് പൊതുവെ ഈ ഒരു നിത്യകല്യാണി കാണുവാൻ സാധിക്കും. ശ്മശാനം നമുക്കറിയാം പലപ്പോഴും പൈശാചികമായ ശക്തി കൂടുതലുള്ള സ്ഥലമാണ്. ആ പൈശാചിക ശക്തിയെ അമർച്ച ചെയ്യുവാൻ പ്രകൃതി തന്നെയാണ് ഒരു സംരക്ഷണം പോലെ നിത്യകല്യാണി ചെടിയെ അവിടെ നട്ട് പരിപാലിക്കുന്നത്. അതുകൊണ്ട് നിത്യകല്യാണി നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ നട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ ഇത്തരം ദുർശക്തികളോ പൈശാചിക ശക്തിയോ മറ്റുള്ളവരുടെ ദൃഷ്ടി, നാവേർ ദോഷങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ഗൃഹത്തെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയും അനേക സൗഭാഗ്യങ്ങൾ, ഗുണങ്ങൾ നിത്യകല്യാണിക്ക് നമുക്ക് നൽകുവാൻ സാധിക്കും. അതേക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഹൈറവലി മീഡിയ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം. നന്ദി.